ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു കിടിലൻ കട്ട്ലറ്റ് റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുട്ട എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 3 മുട്ടയും അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. 2 ഉരുളക്കിഴങ്ങും പുഴുങ്ങി വെച്ചേക്കുവാണേ. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കാം. ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് 1 സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. സവാളയൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് 3 പുഴുങ്ങിയ മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയായിരിക്കും. ഇനി നമ്മൾ സവാളയിലേക്ക് അത്യാവശ്യമുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം. ഉപ്പ് ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ഓരോന്നായി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇനി ഓപ്ഷണൽ മാത്രമാണ്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി വെന്ത് വന്ന മസാലയിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത മുട്ടയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാമേ. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത പൊട്ടറ്റോ ആണ്. അത് ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ടുണ്ട്. സ്മാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇതിനകത്ത് ചേർക്കുമ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാമേ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 5-6 റസ്ക്കാണ് എടുത്തിട്ടുള്ളത്. റസ്കിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ആണെങ്കിലും എടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മുടെ മസാല നമുക്ക് വേണ്ട ഷേപ്പിലാക്കിയെടുക്കാമേ. ഇനി ഞാൻ 1 സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ കട്ട കളഞ്ഞൊന്ന് ഇളക്കിയെടുക്കുവാണേ. ഇത് നമുക്ക് ആ മസാല ഒന്ന് മുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം നമുക്ക് മുട്ടയുടെ വെള്ളം എടുത്താലും മതി. ഇനി എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മളൊരു പാൻ എടുത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ചെറിയ രീതിയിലുള്ള എണ്ണ മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പാത്രം ചൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആ മൈദയുടെ ഒരു മിക്സിലേക്ക് മുക്കിയെടുക്കുക. അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്താലും മതി. അതിനുശേഷം നമ്മുടെ റസ്കിൻ്റെ ആ ഒരു ക്രംസിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് പാനിലേക്ക് ഇടാവുന്നതാണ്. എണ്ണ നല്ലപോലെ തിളച്ച് വന്നെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു ലോ ഫ്ലെയിമിലും വെച്ച് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം.
അങ്ങനെ ഫൈനലി നമ്മുടെ എഗ് കട്ട്ലറ്റ്, സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള എഗ് കട്ട്ലറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുവാണേ. ഇത് നമുക്ക് കെച്ചപ്പ് സോസ് കൂട്ടിയും കഴിക്കാം, അല്ലാതെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. അല്ല തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്